ക്ഷേത്ര പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഭക്തിനിർഭരമായ അന്തരീക്ഷമാണ്. സ്മിത ഹരിദാസും പ്രവിത ലക്ഷ്മി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രവിതയിലേക്കാണ്. പ്രവിത, പറയൂ വിവരങ്ങൾ. പണ്ടാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷം ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തർ ഓരോരുത്തരും പൊങ്കാല അർപ്പിക്കാനായി അവരുടെ അടുപ്പിലേക്ക് ഇപ്പോൾ അതിനുശേഷം ഈ പൊങ്കാലയ്ക്കായിട്ടുള്ള നൈവേദ്യം അർപ്പിക്കുന്നതിനുള്ള തിരക്കിലാണിപ്പോൾ ഓരോരുത്തരും. ദേവിയുടെ ഇഷ്ട നൈവേദ്യമായ പൊങ്കാലയോടൊപ്പം തന്നെ മറ്റ് വിഭവങ്ങളും പ്രവിത ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു കഴിഞ്ഞു. ഇപ്പോൾ എല്ലായിടത്തും തീ പകർന്നു കഴിഞ്ഞു. നൈവേദ്യം തയ്യാറാക്കുന്ന തിരക്കിലാണ് അവിടെ ഭക്തരുള്ളത്. സ്മിത ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. സ്മിത, വിവരങ്ങൾ. ഉന്മേഷ്, ഇപ്പോൾ ഞാൻ നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തുടങ്ങിയിരിക്കുന്നു. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ നിന്നുള്ള അഗ്നി ഇവിടെ പൊങ്കാലയടുപ്പിൽ പകർന്നു. അതോടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിനാണ് തുടക്കമായിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് ഒരു 2:30 മണിയോടെ നിവേദ്യമുണ്ടാകും. അതുവരെ ദർശനത്തിനുള്ള സമയമുണ്ട്. അപ്പോൾ ക്ഷേത്ര ദർശനത്തിനുള്ള വലിയ തിരക്ക് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അല്പസമയം തിടപ്പള്ളിയിൽ നിന്ന് അഗ്നി പകർന്ന് പണ്ടാരടുപ്പിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു സമയം അത് ദർശനത്തിന് അനുവദനീയമല്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭക്തരെ ദർശനത്തിനായി കടത്തിവിടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് നീണ്ട നിരയിലുള്ള ആ ക്യൂ അതിന് അനക്കം വെച്ചു തുടങ്ങിയിരിക്കുന്നു. മറുവശത്ത് ഇനി ഭക്തർ നാമജപങ്ങളോടെ കാത്തിരിപ്പാണ്. ഈ നേദ്യച്ചോറ് അത് നിവേദ്യമായി മാറുന്നത് വരെയുള്ള കാത്തിരിപ്പാണ്. അത് പണ്ടാരടുപ്പിന് മുന്നിൽ തന്നെ ഭക്തർ കുറേ പേരെങ്കിലും ഇവിടെ തന്നെ നിൽക്കുന്നു. മറ്റ് ഉള്ളവരെല്ലാവരും തന്നെ അവരവരുടെ പണ്ടാര അടുപ്പിൽ നിന്ന് തീ പകർന്നതിന് ശേഷമുള്ള ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നിവേദ്യം അത് പല വിഭവങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ചടങ്ങുകളുണ്ട്. ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പഠനത്തിൽ പിന്നാക്കമായ കുട്ടികൾ മറ്റ് എന്തെങ്കിലും അഭീഷ്ട കാര്യസിദ്ധിക്കായി നേർച്ചകൾ നേർന്ന് ആ രീതിയിൽ ഈ പൊങ്കാലയ്ക്കൊപ്പം തന്നെ നേദ്യം ഉണ്ടാക്കുന്നവരുണ്ട്. അതിന് തെരളിയൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പലഹാരങ്ങളാണ്. അതൊക്കെ തന്നെ നേദ്യമായി ഈ പൊങ്കാല അടുപ്പിൽ തന്നെ നേദിച്ചെടുക്കും. ഒരുപാട് ജനസഹസ്രം എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ഇല്ലാതെ അത്രയും ഭക്തജനങ്ങൾ ഇത്തവണ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടത്. നമ്മുടെ ഒരു അനുഭവം അതാണ്. അതുപോലെ തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികളും നമ്മളോട് പറഞ്ഞത്. പോലീസിൻ്റെ വലിയ ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ തന്നെ അത് ഇത്തവണ കുറച്ച് കൂടുതലാണ്. അതിൻ്റെയും ഒരു കാരണമായി അവർ പറഞ്ഞത് ഇത്തവണയുള്ള ഈ ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ പണ്ടാര അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്നാണ് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം അത്രയ്ക്ക് തിരക്കുള്ളത് കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് തിരക്ക് പോകരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ വളരെ കൃത്യമായി കർശന മാർഗനിർദ്ദേശങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ചൂട് കടുത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കുഴഞ്ഞു വീഴുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി എല്ലാ തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളുണ്ട്. ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ അനുഭവപ്പെടുന്നില്ല. ചൂട് കൂടുതലാണ്. ശുദ്ധജല വിതരണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ നടക്കൽ തന്നെയാണുള്ളത്. പണ്ടാര അടുപ്പിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു വശത്തുകൂടെ ക്ഷേത്ര ദർശനത്തിനുള്ള ഭക്തരുടെ നീണ്ട നിര അവരെ കടത്തിവിടാൻ തുടങ്ങിയിരിക്കുന്നു. വീണ്ടും ഇന്ന് വൈകും വരെയും ഈ ക്യൂ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയ്ക്കുണ്ട് കിലോമീറ്ററുകളോളം നീണ്ട ഭക്തരുടെ ഈ ക്യൂ. പിന്നെ കുടുംബമായി കൂട്ടമായി വന്നവർ കുറച്ചുപേർ പൊങ്കാല നിവേദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ തിരികെ എത്തി ദിവസങ്ങളായുള്ള കാത്തിരിപ്പിനാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് വിരാമമാകുന്നത്. ഉച്ചയോടെയാണ് നിവേദ്യം ഉണ്ടാവുക. നിവേദ്യത്തിലേക്ക് തീർത്ഥം തളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ചടങ്ങിന് അവസാനമാവുക. അതിനുശേഷമാണ് നഗര ശുചീകരണം ഉൾപ്പെടെയുള്ള നഗരസഭയുടെ ആ ഒരു കൃത്യമായിട്ടുള്ള അവരുടെ പ്രവർത്തനം, കാര്യക്ഷമതയൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഉച്ച കഴിഞ്ഞാണ്. അതിനുശേഷം അത്
പല തരങ്ങളിലും പല തലമുറകളായി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. വലിയ അതിശയോക്തിയാണത്. ഇത്രയും യാഗശാലയായി മാറുന്ന ഈ ഒരു കാഴ്ച കണ്ട് അല്പസമയത്തിനകം തന്നെ, ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നഗരം വളരെ വൃത്തിയായി മാറുന്നു. ഈ ചുടുകട്ടകളോ ഒന്നും തന്നെ അവിടെ കാണാൻ പറ്റില്ല. ആ രീതിയിൽ എല്ലാം മാറ്റുന്നു. അതിന് കർമ്മനിരതരായി തന്നെ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആ രീതിയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് നടക്കലാണ്, ക്ഷേത്ര നടയിലാണ്. അവിടെ നെയ്യഭിഷേകം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. അതും ഒരു വഴിപാടായി തന്നെയാണ്. ഈ പൊങ്കാല മറ്റുള്ള ചടങ്ങുകളിലുള്ളതുപോലെയല്ല, നെയ്യ് തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. നാളികേരത്തോടും അരിയോടും ഒപ്പം ചേർത്ത് നെയ്യിലാണ് അത് വരട്ടിയെടുക്കുന്നത്. ആ ചടങ്ങാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരത്തിലുള്ള എല്ലാ അടുപ്പുകളിലും, പൊങ്കാല അടുപ്പുകളിലും നേദ്യം ഇങ്ങനെ തിളച്ചു മറയുകയാണ്. വലിയ ചൂടാണ്. ചൂട് ഇടയ്ക്ക് ഒരു മഴയുടെ ഒരു മൂടുമുണ്ട്. അതിനി പുക മൂടിയിട്ട് നഗരം അങ്ങനെ ആയതാണോ എന്നറിയില്ല ഉന്മേഷ്. പല പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ മഴ പെയ്തത് ചെറിയൊരു ആശങ്കയായെങ്കിലും ചൂടിനൊരു ശമനമുണ്ടായി എന്നുള്ളത് കൊണ്ട് അതൊരു സമാധാനം. പക്ഷേ ഇതുവരെ പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല. ചൂടിന് ഇന്നലത്തേക്കാൾ ചെറിയൊരു ശമനം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ പൊങ്കാല അടുപ്പുകളിലെല്ലാം തന്നെ അഗ്നി പകർന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചൂട് കൂടും. ആ രീതിയിൽ ഇവർ ക്ഷേത്രത്തിൽ നിർജ്ജലീകരണം ഭക്തജനങ്ങൾക്ക് ഇല്ലാതാകാനുള്ള അതിനുള്ള എല്ലാ മുൻകരുതലുകളുമുണ്ട്. ശുദ്ധജല വിതരണം കൃത്യമായി തന്നെ നടപ്പാക്കുന്നുണ്ട്. നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള അനൗൺസ്മെൻറ്റിൽ പറയുന്നുണ്ട്. കൃത്യമായി വെള്ളം കുടിക്കണം. ഭക്തജനങ്ങൾ ഇങ്ങനെ എത്രയോ ദിവസങ്ങളായി വ്രതാനുഷ്ഠാനങ്ങളോടെ കാത്തിരിക്കുന്നതാണ്. ദേവീ ദർശനത്തിനും ഇന്നത്തെ ദിവസം ഈ പൊങ്കാല സമർപ്പണത്തിനുമായി ആ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്. സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചടങ്ങുകൾ അതിൻ്റെ ഓരോ ഘട്ടമായി പൂർത്തിയായി വരികയാണ്. അല്പസമയം മുൻപാണ് പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നത്. അതിനുശേഷം സമീപത്തുള്ള എല്ലാ നിവേദ്യകലങ്ങളിലേക്കും തീ പകരുകയുണ്ടായി. അങ്ങനെ ആ ചടങ്ങ് ഒരു ഭാഗത്ത് പൂർത്തിയായി വരികയാണ്. പ്രവിത ലക്ഷ്മി കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രവിത, ഇനിയും 2:30 കാത്തിരിപ്പ് കൂടിയുണ്ട്. ചടങ്ങുകളൊക്കെ പൂർത്തിയാകേണ്ടതുണ്ട്. പ്രവിത നിൽക്കുന്നത് ആ പരിസരത്ത് തന്നെയാണോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ പ്രവിത? ഉന്മേഷ്, ഞാൻ നിൽക്കുന്നത് ഈ പരിസരത്ത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു യാഗശാല ആയി മാറിക്കഴിഞ്ഞു. എല്ലാവരും അടുപ്പിലേക്ക് തീ പകർന്നതോടുകൂടി തന്നെ ഈ പൊങ്കാല അർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ഭക്തരെല്ലാവരും തന്നെ. നാമജപത്തോടു കൂടി ദേവിക്കായി പൊങ്കാല ഒരുക്കുകയാണ്. ഭക്തരെല്ലാവരും വ്രതം നോറ്റും മനമുരുകി പ്രാർത്ഥിച്ചുമുള്ള അവരുടെ കാത്തിരിപ്പാണ് ഈ പൊങ്കാല ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കാത്തിരിപ്പിന് തീർച്ചയായിട്ടും ഒരുപാട് സങ്കടങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങളും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പൊങ്കാല ആറ്റുകാലമ്മയ്ക്കായി അർപ്പിക്കുന്നത്. തിന്മകളും കെടുതികളും ഒഴിഞ്ഞ് ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തർ ഈ പൊങ്കാലയെ കാണുന്നത്. കണ്ണത്താ ദൂരത്തോളം നിരന്ന പൊങ്കാല അടുപ്പുകൾ അത് ഈ ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ സമാനമായ രീതിയിലുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തി പൊങ്കാല അർപ്പിക്കുന്നു. ഓരോ വർഷവും എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 ലക്ഷത്തോളം ഭക്തരാണ് ഈ പൊങ്കാല അർപ്പിക്കാനായി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലേക്കും എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ ക്രമീകരണം ഇവർക്ക് ഒരു അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ ഒരുക്കേണ്ടത് അധികൃതർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുമുണ്ട്. കണ്ണത്താ ദൂരത്തോളം നിരന്നിരിക്കുകയാണ് പൊങ്കാല അടുപ്പുകൾ. പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി അവയ്ക്ക് കാവലിരിക്കുകയാണ് ഇപ്പോൾ കാവലിരുന്ന ഭക്തർക്ക്. അങ്ങനെ അവർ പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് ഇനി പൊങ്കാല നേദ്യം അത് ദേവിക്ക് അർപ്പിക്കുന്നു. അവർ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനാ നിർഭരമായാണ് ഈ പൊങ്കാല ദേവിക്കായി അർപ്പിക്കുന്നത്. മാത്രമല്ല ഈ മൈതാനിയിലൊന്നും നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. കാരണം ഇത്രയധികം പൊങ്കാല കലങ്ങൾ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ആ പൊങ്കാലക്കലത്തിലെല്ലാം തീ പകർന്നതോടുകൂടി അവിടെ ഉള്ളവരുടെയൊക്കെ കണ്ണെരിയുന്നുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റില്ല. അത്രയധികം
പുകയും ഒപ്പം തന്നെ ഈ കൊതുമ്പ് ആണ് ഇതിന് പൊങ്കാല കത്തിക്കാനായി ഉപയോഗിക്കുന്നത്. അതിൻ്റെ പൊടിയും ഒക്കെ പടരുന്നുണ്ട്. പക്ഷേ ഭക്തരെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കെല്ലാം ഇത് അവർ ആറ്റുകാൽ അമ്മയ്ക്കായി അർപ്പിക്കുന്ന നൈവേദ്യമാണ്. അവർ എന്ത് കഷ്ടതയും സഹിക്കാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇത് വ്രതം നോറ്റ് വന്ന് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത്. അത് മാത്രം മനസ്സിൽ വിചാരിച്ച് ഈ ഒരു സമയത്ത് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആളുകളുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരെ ഉള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ സമയത്ത് പൊങ്കാല അർപ്പിക്കാനായി തിരുവനന്തപുരത്തേക്ക് എത്താറുണ്ട്. വിപുലമായ ക്രമീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അഗ്നിരക്ഷാസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പൊങ്കാല അർപ്പിക്കാൻ ഇങ്ങനെ അടുപ്പിച്ചാണ് കലങ്ങൾ വെച്ചിരിക്കുന്നത്. നിശ്ചിത അകലം പാലിക്കുകയും ചെയ്യണം. അതിന് ഉള്ള കൃത്യമായിട്ടുള്ള ക്രമീകരണം ഒപ്പം തന്നെ സുരക്ഷാ പരിശോധനയൊക്കെ ഇവിടെ അഗ്നിരക്ഷാസേന എത്തി നടത്തിയിരുന്നു. ഈ ഒരു മേഖല എന്ന് മാത്രമല്ല ചുറ്റിനും എവിടെയൊക്കെ പൊങ്കാല അടുപ്പുകളുണ്ടോ അവിടെയെല്ലാം കൃത്യമായ രീതിയിൽ സുരക്ഷാ പരിശോധന അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ ഇത്രയും അടുത്ത് പൊങ്കാല അടുപ്പുകൾ ഇങ്ങനെ കത്തിക്കുന്നത് കൊണ്ട് തന്നെ വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ മുൻപ് തന്നെ അഗ്നിരക്ഷാ സേന ഒരുക്കിയിരുന്നു. ഇപ്പോൾ മുൻപ് മഴയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. നല്ല വെയിൽ തെളിഞ്ഞു തുടങ്ങി. നല്ല ചൂടും പൊടിയും ഒപ്പം ഈ പൊങ്കാലയുടെ ഒരു ചൂടും ഇതെല്ലാം കൂടി സത്യം പറയുകയാണെങ്കിൽ ഇവിടേക്ക് വരിക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ളൊരു കാര്യമായി നമുക്ക് തോന്നാം. പക്ഷേ ഭക്തരെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് സർവ്വതും ഈശ്വരനിലേക്ക് അർപ്പിക്കുന്നു, സർവ്വതും ദേവിയിലേക്ക് അർപ്പിക്കുന്നു. അങ്ങനെ പൊങ്കാലയുടെ നിറവിലാണ് ഭക്തജനങ്ങൾ എല്ലാവരും. ഇനി 2:30-ക്കായുള്ള കാത്തിരിപ്പാണ്. 2:30-ക്കായിരിക്കും നൈവേദ്യ സമർപ്പണം ഉണ്ടാവുക. അതിനു മുൻപായി അവർക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കുകയാണ്, ദേവിക്കായി തയ്യാറാക്കുകയാണ്. പ്രധാന വിഭവങ്ങൾ എന്ന് പറയുന്നത് പൊങ്കാല, ഒപ്പം തന്നെ മണ്ടപ്പുറ്റ്, ഒപ്പം കടും പായസം, തെരളി തുടങ്ങിയ വിഭവങ്ങൾ. ഈ പറഞ്ഞ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്ന ഭക്തരുമുണ്ട്. ഒരു കലം മാത്രമല്ല 2, 3, 4, 5 കലങ്ങളും ഒക്കെ പൊങ്കാലയ്ക്കിടുന്ന ആളുകളുമുണ്ട്. അത്രത്തോളം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഉന്മേഷ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഭക്തജനങ്ങൾ അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. അല്പസമയം പണ്ടാരടുപ്പിലേക്ക് തീ പകരുകയുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ മറ്റ് അടുപ്പുകളിലേക്കും തീ പകർന്നു. അവിടെ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ്, നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഇനി 2:30 വരെ ഇത് നീളും. അതിനുശേഷമായിരിക്കും ഈ ചടങ്ങുകൾക്കൊക്കെ സമാപനം ആവുക. ഭക്തിനിർഭരമായ അന്തരീക്ഷമാണ്